സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സ് താങ്കൾക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എടുക്കാം. എന്ത് എനർജി ആയിരിക്കും ഇന്ന് ഓവറോൾ ആയിട്ടുണ്ടാവുക, എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത്, എന്ത് ഔട്ട്കം നമുക്കിന്ന് ഏകദേശം പ്രതീക്ഷിക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ കാർഡിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ത് എനർജിയിലാണ് താങ്കൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 3 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. തുടക്കം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം കുറേ നാളായിട്ട് മനസ്സിൽ വെച്ചിരുന്നു, അതിനുശേഷം നമ്മളത് തീരുമാനിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യും, അതിനുവേണ്ടി ചില ആക്ഷൻ എടുക്കും, അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നിടത്താണ് 3 ഓഫ് വോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് താങ്കളുടെ എനർജി എന്ന് പറയുന്ന ഒരു മുന്നോട്ട് പോകാൻ, അതായത് നമ്മൾ അതായത് ഇതുവരെ നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് അതുകൊണ്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. എന്തിനാണ് നാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തായാലും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടറിയാം, 3 എന്ന് പറയുന്ന എനർജിയാണ്. 3 എന്ന് പറയുന്ന എനർജിയും പെൻറ്റക്കിൾസിൻ്റെ പ്ലാനിങ്ങിൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് പറയുന്നത്. പെൻറ്റക്കിൾസ് എപ്പോഴും പഠനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫോക്കസ് പഠനം, പ്ലാനിങ്ങും പഠനവുമാണ്. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആശങ്കയോടുകൂടി കിടക്കുന്ന ഒരു കാർഡാണ് കാണുന്നത്. അതായത് രോഗബാധിതയെ കിടക്കുന്ന പോലെ തോന്നും, പക്ഷേ അങ്ങനെയല്ല, ഈ വ്യക്തി ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് പറയുന്നത് ഇത് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മളെക്കാൾ മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെയും കൂടി ചില കാര്യങ്ങളിലെ തീരുമാനത്തിലേ നടക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക എന്നൊരു വിശ്വാസത്തോട് ഉണർന്ന് പ്രവർത്തിക്കാനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് താങ്കളുടെ ഇന്നത്തെ എനർജി ഫോർകാസ്റ്റ്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.